ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ MLA-മാർ MP-മാർ സംയുക്തമായിട്ട് ഡൽഹിയിൽ ഒരു ധർണാ സമരം നടത്തുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സത്യത്തിൽ രാജ്യ തലസ്ഥാനത്ത് സമരം നടത്താനല്ല, സംസ്ഥാന തലസ്ഥാനത്ത് ഭരണം നടത്താനാണ് കേരളത്തിലെ ജനങ്ങൾ LDF-ന് വോട്ട് ചെയ്തത്. അതായത് ഡൽഹിയിൽ സമരം നടത്തുന്നതിന് പകരം തിരുവനന്തപുരത്ത് ഭരണം നടത്താനാണ് LDF തയ്യാറാകേണ്ടിയിരുന്നത്. പക്ഷേ ഘടകവിരുദ്ധമായിട്ട് അവർ ഭരണം നടത്തുന്നതിന് പകരം ഭരണരംഗത്ത് ദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഡൽഹിയിൽ സമരാഭാസവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കാര്യം തീർച്ചയാണ്, ഈ ഗവൺമെന്റ് LDF ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് സർവ്വരംഗത്തും പരാജയപ്പെട്ടു എന്ന് ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ഇടതുമുന്നണിയുടെ സമരം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സർവ്വരംഗത്തും പരാജയപ്പെട്ട, സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച ഇടതു സർക്കാരിന്റെ ഈ പരാജയം മൂടിവെക്കാനും മറച്ചുവെക്കാനുമാണ് കേന്ദ്ര അവഗണനക്കെതിരെ എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരവുമായിട്ട്, സമരാഭാസവുമായിട്ട് ഇപ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ, ഭരണം നടത്താൻ സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് BJP അഭിപ്രായപ്പെടുകയാണ്. മാത്രമല്ല, അല്ലെങ്കിൽ ഈ സമരത്തിന് പോകുന്നതിന് മുമ്പ് BJP ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുപോലെ കഴിഞ്ഞ 9.5 വർഷം കേന്ദ്രത്തിൽ നികുതിയായി ഗ്രാന്റിനത്തിൽ വികസന പ്രവർത്തനത്തിന്, ജനക്ഷേമ പ്രവർത്തനത്തിന് എത്ര കോടിയാണ് കേന്ദ്രം അനുവദിച്ചത്, ഇനി എത്രയാണ് കിട്ടേണ്ടത്? 2004 മുതൽ 14 വരെ CPM-ഉം കോൺഗ്രസും സംയുക്തമായി കേന്ദ്രം ഭരിച്ചപ്പോൾ എത്ര കോടിയാണ് ഈ ഇനത്തിൽ സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ധവളപത്രം പുറത്തിറക്കാനായിരുന്നു ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർക്കതിന് സാധ്യമല്ല. കാരണം 2009 മുതൽ 2014 വരെ കേന്ദ്ര നികുതി ഇനത്തിൽ, അതേപോലെ ഗ്രാന്റ് ഇനത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി അന്നത്തെ കോൺഗ്രസ് CPM സംയുക്ത സർക്കാർ കേരളത്തിന് നൽകിയത് 75,100 കോടി രൂപയാണ്. എന്നാൽ കഴിഞ്ഞ 2017 മുതൽ 2023 വരെ നമ്മുടെ സംസ്ഥാനത്തിന് 2,25,000 കോടി രൂപ നികുതി ഇനത്തിൽ, പദ്ധതി വിഹിതത്തിൽ, വികസന പ്രവർത്തനത്തിൽ, ഗ്രാന്റ് ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കണക്ക് തെറ്റാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ, മുഖ്യമന്ത്രി കഴിയുമോ? അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഈ ഭരണപരാജയം മറച്ചുവെക്കാനുള്ള ഈ ചവിട്ട് നാടകത്തെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഗവൺമെന്റ് ഇടതുമുന്നണി പറയുന്നത്, ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്ലാൻ B നടപ്പാക്കുന്ന. ഇപ്പൊ പ്ലാൻ B എന്താണ്? ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാകണം. കേന്ദ്രവിഹിതം നിയമാനുസൃതമായിട്ട് ലഭിക്കും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പദ്ധതിയാണ് പ്ലാൻ B-യിലുള്ളതെങ്കിൽ ആ പ്ലാൻ B അതാണ് നടപ്പാക്കേണ്ടത്. കേരളത്തിന് സ്വാശ്രയത്വം നൽകുന്ന, കേരളത്തെ സ്വന്തം കാലിൽ നിർത്താനുള്ള പദ്ധതിയാണ് പ്ലാൻ B എങ്കിൽ
ആ പ്ലാൻ ബി ആണ് ഇപ്പോൾ ആദ്യം നടപ്പാക്കേണ്ടത്. എന്താണ് പ്ലാൻ ബി? അതിനെക്കുറിച്ച് എന്താ മൗനം പാലിക്കുന്നത്? അതുകൊണ്ട് മൗനം പാലിക്കുന്ന പ്ലാൻ ബിയെ കുറിച്ച് വാചാലമാകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഡൽഹിയിലെ സാധാരണ കാലാവസ്ഥ വളരെ മോശമാണ്, അതിശൈത്യമാണ്. രാഷ്ട്രീയ കാലാവസ്ഥ പിണറായിയെ സംബന്ധിച്ച് അതിനേക്കാൾ മോശം. അവിടെ പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതാണ് നല്ലത്. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നത്, ഈ സമരത്തിന് പോകുന്ന കാശ് അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും സ്വന്തം കീശയിൽ നിന്നെടുക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഒരു നയാ പൈസ ഡൽഹി സമരത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചെലവാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. കേരളം തകർന്നത് സാമ്പത്തിക രംഗത്തായിക്കോട്ടെ, സർവ്വരംഗത്തും തകർന്നത് ഈ ഗവൺമെന്റിന്റെ അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, തീവട്ടിക്കൊള്ള എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കേന്ദ്ര അവഗണനക്കെതിരെ എന്ന മുദ്രാവാക്യവുമായിട്ടുള്ള ഡൽഹി സമരത്തിന്റെ ചെലവ് മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം നിലക്ക് നിർവഹിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. പ്ലാൻ ബിയിൽ ബിജെപിക്ക് ഒരു ആശങ്കയുണ്ടോ? ഞങ്ങൾക്ക് ആശങ്കയില്ല. ആ പ്ലാൻ ബി എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ആശങ്കയല്ല, അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം കേരളത്തെ സ്വന്തം കാലിൽ നിർത്താനുള്ളതാണ് പ്ലാൻ ബി എങ്കിൽ ആ ബി ആണ് ആദ്യം നടപ്പാക്കേണ്ടത്. ഈ പ്ലാൻ എ അല്ല. പ്ലാൻ എ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലയും സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വെക്കുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലാൻ എ. ഇപ്പൊ പ്ലാൻ എയിനേക്കാൾ നല്ലതാണ് പ്ലാൻ ബി എങ്കിൽ ആ ബി അല്ലേ ആദ്യം നടപ്പാക്കേണ്ടത്. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും മാപ്പ് ചോദിക്കേണ്ടതാണ്. പക്ഷെ ചുരുങ്ങിയത് ഊത്തുപറമ്പ് രക്തസാക്ഷികളോടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി മാപ്പ് ചോദിക്കണം. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖല കടന്നു വരുന്നതിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിലാണ് 5 ഡിവൈഎഫ്ഐക്കാർ കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയ്ക്ക് മാത്രമല്ല, നമുക്ക് വിദേശ സർവകലാശാല പോലും അനുവദിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായ സാഹചര്യത്തിൽ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ CPM DYFI നേതൃത്വവും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ഇതിലെ കേരളം മാത്രമാണെങ്കിൽ ഈ വാദങ്ങളോട് പറയണം. അങ്ങനെ ഇപ്പോൾ കർണാടക ഈ കേന്ദ്ര അവഗണന ഉന്നയിക്കുന്നുണ്ട്. തെലങ്കാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം. അതായത് BJP ഇതര ഭരണ സംവിധാനങ്ങളുടെ സംസ്ഥാനങ്ങളെല്ലാം ഈ കേന്ദ്ര അവഗണന എന്ന കാര്യം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഈ പ്രത്യേകിച്ച് നികുതി വീതം നൽകുന്നതിൽ, കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിലെല്ലാം ഈ വിവേചനമുണ്ട് എന്ന കാര്യമാണ് അവർ ഈ സംസ്ഥാനങ്ങളെല്ലാം ഉയർത്തുന്നത്. ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 9.5 വർഷം കഴിയുക. ഈ കേന്ദ്ര അവഗണന എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകത്തില്, അതേപോലെ കേരളത്തില് ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നില്. അങ്ങനെ കേന്ദ്ര അവഗണന ഉണ്ടെങ്കിൽ നേരത്തെ അക്കാര്യം പറയേണ്ടതാണ്. അടിസ്ഥാനരഹിതമാണ് ആരോപണം. കേരളത്തിലൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെന്നല്ല. ഇപ്പം മുമ്പ് തന്നെ ധനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇതിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും വലിയ പ്രത്യാരോപണങ്ങളൊക്കെ ഈ 1 വർഷം മുമ്പ്, അതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണല്ലോ, വാദം ശരിയല്ലല്ലോ. ഇപ്പോഴും ഡൽഹിയിൽ സമരവുമായി രംഗത്ത് വന്നത് മാത്രമല്ല, ബഡ്ജറ്റിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റില് ഇപ്പൊ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്, തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആ ബഡ്ജറ്റില് കേന്ദ്ര അവഗണനയെ കുറിച്ച് പറയുന്നില്ല, ഇപ്രാവശ്യമേ പറയുന്നുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ ചോദിക്കും, സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം പദ്ധതി വിഹിതത്തിൽ ഇത്രയും കൂടുതൽ തുക വേറെ ഏത് ഗവൺമെന്റാണ് നൽകിയത്? ഇപ്പൊ നമ്മുടെ ദേശീയപാത വികസനം 68,000 കോടിയാണ്. ഞങ്ങൾ
ഈ ഇടതുപക്ഷ നേതാക്കന്മാർ വെല്ലുവിളിക്കുക സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ദേശീയപാത വികസനത്തിന് ഇത്രയും കോടി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു സർക്കാരിനെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. മാത്രമല്ല, ഇതുവരെ നമ്മുടെ പദ്ധതി വിഹിതത്തിന്റെ 32% സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ടിയിരുന്നത്. കോൺഗ്രസ് UPA സർക്കാർ ഉൾപ്പെടെ നൽകിയിരുന്നത് 32%. പക്ഷെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നികുതി വിഹിതം അതിന്റെ നിരക്ക് 32%-ൽ നിന്ന് 42%-ലേക്ക് ഉയർത്തിയത് ഈ ഗവൺമെന്റാണ്. നിഷേധിക്കട്ടെ, കേരളത്തിൽ റെയിൽവേ വികസനത്തിന് ഞാൻ PSC ചെയർമാന് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം 3100 കോടി രൂപയാണ് നീക്കിവെച്ചത്. എവിടെയാണ് കുറഞ്ഞത് പറയട്ടെ? ഞാൻ ചോദിക്കട്ടെ, ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഈ കേരളത്തിൽ റവന്യൂ ഡെഫിസിറ്റ് എങ്ങനെയുണ്ടായി? CPM ആയാലും കോൺഗ്രസ് ആയാലും ഭരിച്ചിരുന്ന സമയത്ത് അഴിമതി, തീവട്ടിക്കൊള്ള, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ധാരാളിത്തം ദൂർത്തുകൊണ്ടുണ്ടായതാ. പക്ഷേ ഈ റവന്യൂ ഡെഫിസിറ്റ് ധനക്കമ്മി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയിട്ടുള്ളത് കേരളത്തിലാണ്. അത് 56,000 കോടിയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ബംഗാളിനാണ്. ഞങ്ങൾ ഭരിക്കുന്ന 17 സംസ്ഥാനം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഇവരുടെ ഒരു ആരോപണങ്ങൾക്കും അതിന് നിജസ്ഥിതിയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത്. ജനങ്ങൾക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ കഴിവില്ലായ്മയാണ്. CPM-ന് അറിയുന്നത് ഭരണമല്ല, അവർക്ക് സമരം ഉൾപ്പെടെയുള്ള കുറെ കലാപരിപാടി. ഇപ്പൊ കോൺഗ്രസിനെ പോലെ അവർ തീവട്ടിക്കൊള്ളയും അവരുടെ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതല്ലാതെ ഭരിക്കാൻ അറിയാത്തവരാണ് CPM. ഭരണത്തെ അഴിമതിക്കുള്ള ഉപകരണമാക്കി മാറ്റുന്നവരാണ് കോൺഗ്രസ്. റെയിൽവേയുടെ കാര്യം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിനെതിരെ കർണാടക മംഗളൂരു MP ആയിട്ടുള്ള നളിൻ കുമാർ കട്ടീൽ അതിനെതിരെ കത്തയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റൊരു കർണാടക മന്ത്രി കൂടി അതിനെതിരെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ മലബാറിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ വലിയ തോതിൽ ഇത് സഹായകരമാകില്ല. എന്താണ് ഇതിൽ BJPയുടെ നിലപാട്? അല്ല, ഇത് നമ്മുടെ ഇതേവരെ യശ്വന്ത്പുരത്ത് നിന്നും കണ്ണൂർ വരെ ഓടിയിരുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് നടപ്പാകും. അതിൽ ഈ എതിർപ്പ് അതിനോട് യോജിപ്പില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്താണോ റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയത് അതാണ് നടപ്പാകാൻ പറ്റിപ്പോ. പിന്നെ ഒരു കാര്യം കൂടി, അതായത് കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അങ്ങയുടെ പേര് കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ എന്തെങ്കിലും? BJP ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അതിന്റെ ഉചിതമായ സമയത്ത് എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. മാധ്യമ സുഹൃത്തുക്കളെ യഥാവിധി അത് സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടെ, ABVP ഈ പ്ലാൻ ബിയുടെ ഭാഗമായിട്ടുള്ള സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിനെ ABVP സ്വാഗതം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? അല്ല, ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയെക്കുറിച്ച് ഞങ്ങളെ സ്വകാര്യ മേഖല ശത്രുക്കളായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. പൊതുമേഖലയെ പോലെ തന്നെ സ്വകാര്യ മേഖലയും എല്ലാ രംഗത്തും ഉണ്ടാകണം. സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം ഉണ്ടാവണം. അതിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും നമ്മുടെ ജനങ്ങളാണ്. അത് വേണം എന്നുള്ളതിന് ഞങ്ങൾ പ്രഖ്യാപനം. അതുകൊണ്ട് സ്വകാര്യ മേഖലയെ എല്ലാ രംഗത്തും സ്വകാര്യ മേഖലയുടെ സംഭാവന ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ CPM പറഞ്ഞത് സ്വകാര്യ മേഖല പാടില്ല, അത് വിദ്യാഭ്യാസ രംഗത്ത് പാടില്ല, വിനോദസഞ്ചാര രംഗത്ത് പാടില്ല, അതുപോലെ കാർഷിക വ്യാവസായിക സേവന മേഖലയിൽ ഒന്നും പാടില്ല എന്നാ. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖല വരുന്നതിനെതിരായിട്ടായിരുന്നല്ലോ കൂത്തുപറമ്പിലെ സമരം, DYFI സമരം. അവിടെയാണല്ലോ വെടിവെപ്പ് നടന്നത്, 5 പേർ കൊല്ലപ്പെട്ടത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധി വരണമെങ്കിൽ 50 കൊല്ലം വേണം. അവർ കമ്പ്യൂട്ടർ തൊഴിലില്ലായ്മ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാണ് എന്ന് പ്രചരിപ്പിച്ചു, 40 കൊല്ലം സമരം ചെയ്തു. പിന്നീട് ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, 40 കൊല്ലം. അതുപോലെ ഈ
നമ്മുടെ നെല്ല് മെതിക്കുന്ന യന്ത്രത്തിനെതിരെ, ഞാറ് നടുന്ന യന്ത്രത്തിനെതിരെ എല്ലാം സമരം ചെയ്തു. 40 കൊല്ലം കേരളം പുറകോട്ട് പോയി. 50 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബുദ്ധി വരും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ നമ്മുടെ ബഡ്ജറ്റിൽ വികസന രംഗത്ത് ചൈനീസ് മോഡൽ ഉണ്ടാവുന്നതാണ്. പാവം സഖാക്കന്മാരൊക്കെ വിചാരിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് മോഡലാണെന്നാണ്. ആ ചൈനീസ് മോഡലും മുതലാളിത്ത മോഡലാണെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പണ്ഡിതനും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ സ്വകാര്യ മേഖല പണം കൊണ്ടാണ് ചൈന വികസിച്ചത്. അപ്പൊ ചൈനയുടെ മോഡൽ എന്ന് പറയുന്നത് മുതലാളിത്ത മോഡലാണ്. ഏതായാലും ഇവരുടെ ഈ വരട്ടുവാദം കൊണ്ട് കേരളം തകർന്നു പോയി. ഇനി ഈ CPM-ന് ബുദ്ധി വരണമെങ്കിൽ 50 കൊല്ലം വേണ്ടിവരും. അപ്പൊ ഇന്ന് BJP പറയുന്നത് നാളെ CPM അംഗീകരിക്കും, പക്ഷെ 50 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. അതുവരെ നമ്മുടെ സംസ്ഥാനം കാത്തിരിക്കണോ എന്നുള്ളതാണ് പ്രശ്നം.